ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. 2025 PSC പരീക്ഷകളിൽ ചോദ്യസാധ്യത ഏറെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യങ്ങൾ നോക്കാം. സ്കൂൾ പാഠപുസ്തകത്തിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏത്? കേരളമാണ്. സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളം. സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരെന്ത്? സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ സൗജന്യ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഒരുമ. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കൊച്ചു കേരളമാണ് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനം. അടുത്തൊരു ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ ആദ്യ ദീപാലംകൃത പാലം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ ഫറൂഖ് പാലമാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ആദ്യ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ആദ്യ OTT പ്ലാറ്റ്ഫോം ഏത്? സി സ്പേസ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ ഒരു OTT പ്ലാറ്റ്ഫോം ഓപ്പൺ ആകുന്നത്. അത് നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലാണ്. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം കേരളം. ഭിന്നശേഷിക്കാരായ ജീവനക്കാർക്ക് പഞ്ചിങ് ബാധകമല്ല എന്ന ഉത്തരവിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. നല്ല കാര്യമാണ് അല്ലേ? സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ചത് കേരളത്തിലാണ്. അതുപോലെ കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഏതാണ്? മലയൻകീഴ് പഞ്ചായത്താണ്. മലയൻകീഴ് പഞ്ചായത്തിലാണ് കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അതും കേരളമാണ്. ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. ചിപ്പ് നിർമ്മാതാക്കളായ IBM AI ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിൽ കൊച്ചിയിലാണ് ചിപ്പ് നിർമ്മാതാക്കളായ IBMന്റെ AI ഹബ്ബ് നിലവിൽ വന്നത്. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ. തൊഴിൽ പഠനം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? തൊഴിൽ പഠനം പാഠപുസ്തകത്തിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാനം കേരളം. കൊച്ചി മെട്രോയുടെ 2ാം ഘട്ട പാത ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പിങ്ക് ലൈൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഏകദേശം 11.2 കിലോമീറ്റർ ആണ് ഈ പിങ്ക് ലൈൻ ഉള്ളത്. അതുപോലെ 11 സ്റ്റേഷനുകളാണ് ഈ 2ാം ഘട്ട പാത അല്ലെ പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്ന അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 11 സ്റ്റേഷനുകളുമാണ്. 11.2 കിലോമീറ്റർ ആണ് കൊച്ചി മെട്രോ 2ാം ഘട്ട പാതയുടെ നീളം. അടുത്ത ക്വസ്റ്റ്യൻ 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അൽ അമീൻ PSCയുടെ ഒരു ഇഷ്ട ചോദ്യമാണ്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് 1924 കോഴിക്കോട് നിന്ന് ആരംഭിച്ച അൽ അമീൻ പത്രത്തിന് 100 വയസ്സായി. 100 വർഷം തികയുന്നു. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് 1924 കോഴിക്കോട് നിന്ന് ആരംഭിച്ച അൽ അമീൻ പത്രത്തിന് 100 വർഷം തികഞ്ഞു. ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻ്റായ കേരള സീ ഫുഡ് കഫേ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ ആഴക്കുളത്തിലാണ് ഫിഷറീസ് വകുപ്പിന്റെ ആദ്യ മത്സ്യവിഭവ റെസ്റ്റോറൻറ്റ് നിലവിൽ വന്നത്. പോക്സോ നിയമം നമ്മളുടെ സിലബസിലെ ഒരു ടോപ്പിക്കാണ്. അതുമായി റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. പോക്സോ നിയമത്തെക്കുറിച്ച് കേരള നിയമ വകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിൻ്റെ പേരെന്ത്? പോക്സോ നിയമത്തെക്കുറിച്ച് കേരള നിയമ വകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വചിത്രത്തിൻ്റെ പേര് മാറ്റുലി എന്നാണ്. മാറ്റുലി. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ട് ഏത്? ഇന്ദ്ര. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ ക്രൂയിസ് ബോട്ടാണ് ഇന്ദ്ര. കേരളത്തിലെ ആദ്യ AI അധ്യാപിക ഐറിസ് ആണ്. ഐറിസ്. അടുത്ത ചോദ്യം നോക്കൂ. കേന്ദ്ര സർക്കാർ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത കേരളത്തിലെ നദി ഏതാണെന്നാണ് ചോദ്യം. മൊത്തം 6 നദികളെയാണ് കേന്ദ്ര സർക്കാർ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ഏക നദിയാണ് പെരിയാർ. ആവർത്തിക്കാം. കേന്ദ്ര സർക്കാർ നദീതട മാനേജ്മെന്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 6 നദികളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ഏക നദി ഏത്? പെരിയാർ. പെരിയാറാണ് ആൻസർ.
സംസ്ഥാനത്ത് ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ പാം ട്രീ. സംസ്ഥാനത്ത് ആക്രി വ്യാപാര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ GST നടത്തിയ പരിശോധന, GST വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ പാം ട്രീ. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ്. ഗതാഗത സമയത്ത് കപ്പലുകളിലെ ചരക്കുകൾ പരസ്പരം മാറ്റി കയറ്റുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ട്രാൻസ്ഷിപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്ഷിപ്മെൻറ്റ് ഫെസിലിറ്റി ഉള്ള നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖം ഏത് എന്ന ചോദ്യത്തിന് വിഴിഞ്ഞം തുറമുഖമാണ് ഉത്തരം. 2024 സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന വിമാനത്താവളം ഏതാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് 2024 സിൽവർ ജൂബിലി, 25 വർഷം അല്ലേ, 25 വർഷം തികയുന്ന വിമാനത്താവളമാണ് നമ്മുടെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 കേരള ഫാക്ട്സ് ഇൻക്ലൂഡഡ് ആക്കിക്കൊണ്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ അല്ലേ. തുടർന്നുള്ള വീഡിയോസിൽ കൂടുതൽ ഫാക്ട്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ചാനൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.